ഒരു സിനിമയുടെ 80% ഭാഗം രണ്ടുപേരിരുന്ന് സംസാരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ആ സിനിമ കണ്ടിരിക്കൂ? എത്ര നേരം കണ്ടിരിക്കും? നിങ്ങൾക്ക് ബോറടിക്കില്ലേ? മെയ്യഴകൻ എന്ന് പറഞ്ഞ ഈ സിനിമ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ബോറടിച്ചില്ല. അതിന് കാരണം വളരെ എക്സെപ്ഷണൽ ആയിട്ട് എഴുതിയ ഒരു തിരക്കഥയും നല്ല ക്രാഫ്റ്റ്മാൻഷിപ്പോട് കൂടി ചെയ്ത ഒരു സംവിധാനവുമാണ്. ഇത് രണ്ടും ചെയ്തത് ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേരാണ് സി പ്രേംകുമാർ. മൂപ്പരുടെ ഇതിന് മുമ്പത്തെ സിനിമ പറഞ്ഞാൽ നമ്മളെല്ലാവരും അറിയും 96. അതെ, മൂപ്പരുടെ ആദ്യത്തെ സിനിമ. 6 വർഷത്തിന് ശേഷം വീണ്ടും ഒരു സിനിമയായിട്ട് സി പ്രേംകുമാർ വരുമ്പോൾ എക്സ്പെക്ടേഷൻസ് വളരെ അധികമായിരുന്നു. ദേവരയും ഇതും ഒരു ദിവസമാണ് ഇറങ്ങിയത്. ഇത് രണ്ടാമത് കാണാൻ ഞാൻ തീരുമാനിച്ചതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ദേവരയെ പറ്റി മിനിമം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, എന്തായിരിക്കും സംഭവം എന്ന്. അതിനൊരു ആശ്വാസം കിട്ടാൻ ഇത് രണ്ടാമത് കാണാൻ നല്ലതെന്ന് തോന്നി. ആ പ്രതീക്ഷ തെറ്റിയില്ല. ദേവര ഒരു വാച്ചബിൾ ഫ്ലിക്കാണെന്ന് എനിക്ക് തോന്നിയെങ്കിലും അതൊരു ടയറിംഗ് വാച്ചായിരുന്നു. അതിന് സമാധാനവും സംതൃപ്തിയും ഒരു സമാശ്വാസമൊക്കെ തന്നത് മെയ്യഴകൻ കണ്ടപ്പോഴാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമ, ഒരു ശാന്തമായി ഒഴുകുന്ന പുഴ പോലത്തെ ഒരു സിനിമ. അങ്ങനെ പറയാൻ കാരണം ഇതിന്റെ കഥയ്ക്ക് വളവുകളുണ്ട്, തിരിവുകളുണ്ട്, എന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നും അത് ഉണ്ടാക്കണില്ല. എന്നാൽ പുഴയ്ക്കുള്ളിൽ ഒരു ഉള്ളൊഴുക്കും കലക്കലൊക്കെ ഉണ്ട്, എന്നാൽ അത് കുറച്ച് കഴിയുമ്പോൾ തെളിയുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിനിമ. ഇതിലെ പെർഫോമൻസുകളും അതെ, എല്ലാവരും ഒന്നിനൊന്നും മെച്ചം. പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അരവിന്ദ് സ്വാമിയും അതുപോലെ സിനിമ നടൻ കാർത്തിയാണ്. രണ്ടുപേരും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അരവിന്ദ് സ്വാമി ഇതുപോലൊരു ക്യാരക്ടർ മൂപ്പരുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ടാവില്ല. കാർത്തിയൊക്കെ റൂറൽ തമിഴ് ക്യാരക്ടേഴ്സ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. അതിൽ നിന്നൊക്കെ വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇതിലെ. എന്നാലും ഈ ക്യാരക്ടർ ചെയ്യാൻ കാർത്തി ക്യാപ്പബിൾ ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അരവിന്ദ് സ്വാമിയുടെ ടാലന്റിൽ സംശയം ഉണ്ടെന്നല്ല, പക്ഷെ മൂപ്പര് ഇങ്ങനൊരു റോള് നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുക. അതായത് ഇമോഷണലി കുറച്ച് ഇഷ്യൂസ് ഉള്ള ഒരാളാണ്. നിങ്ങൾ ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ആ ഒരു ക്യാരക്ടർ കടന്നു പോകുന്ന മാനസികാവസ്ഥ അത്രയും ബ്രില്യൻ്റ് ആയിട്ട് തന്നെ അരവിന്ദ് സ്വാമി ഈ സിനിമയിൽ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. കാർത്തി ആസ് യൂഷ്വൽ ഒരു ക്യാരക്ടർ കൊടുത്താൽ എത്ര ഭംഗിയിൽ ചെയ്യുമോ അത്രയും ഭംഗിയിൽ തന്നെ കാർത്തിയുടെ പെർഫോമൻസ് വന്നിട്ടുണ്ട്. പേഴ്സണലി കാർത്തി എന്ന് പറഞ്ഞ നടനെ നമ്മൾക്ക് ഓൾറെഡി അറിയുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അരവിന്ദ് സ്വാമിയായിട്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ട് കണക്റ്റായി ഈ സിനിമയിൽ. സിനിമയുടെ മ്യൂസിക് ഗോവിന്ദ് വസന്തയാണ്. 96ന്റെ മ്യൂസിക് ചെയ്ത അതേ ആളാണ്. വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സ്കോറൊക്കെ അടിപൊളി. പിന്നെ നല്ലൊരു സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സാങ്കേതിക വശങ്ങൾ, ടെക്നിക്കൽ സൈഡ്സ് നമ്മൾ ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ്. അത് സിനിമ ഒരു ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് തരിക. അതായത് അതിൽ മുഴുകിയിരുന്ന് നമ്മൾ കാണുന്നൊരു അനുഭൂതിയിലേക്ക് സിനിമ കാണുമ്പോൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ, അവിടെ സംവിധായകൻ എടുത്ത ചോയ്സ് നന്നായി, അല്ലെങ്കിൽ ഈ സിനിമാറ്റോഗ്രാഫിയുടെ ഈ ആംഗിൾ നന്നായി, അല്ലെങ്കിൽ ആ ഷോട്ട് നന്നായി, അല്ലെങ്കിൽ ഇതിൽ വന്ന സ്കോർ നന്നായി, അല്ലെങ്കിൽ ഈ പാട്ട് നന്നായി, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ നോട്ട് ചെയ്യാൻ മറന്നുപോകും. അത് ആ സിനിമ നൽകുന്ന ആ ഇമോഷണൽ അനുഭവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഈ സിനിമയിലേക്ക് ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ ആ ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ഇമോഷൻ എന്താണെന്ന് കിട്ടി അതിൽ ഹുക്ക് ചെയ്തിരുന്ന കാരണം ചില സ്ഥലത്തൊക്കെ ഒരു പാട്ട് പ്ലേ ചെയ്ത് പകുതി എത്തുമ്പോഴാണ് ഇതിപ്പോ ഒരു സോങ് സീക്വൻസ് ആണല്ലേ എന്നുള്ള രീതിയിൽ വരെ തോന്നിയത്. അത് നല്ല ക്രാഫ്റ്റിന്റെ ഗുണമാണ്. സിനിമ ആസ് എ ഹോൾ എല്ലാവരും നല്ല വൃത്തിക്ക് അവരവരുടെ ജോബ് ചെയ്തതിന്റെ ഗുണമായിട്ടാണ്, അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുപോലെ വർക്ക് ചെയ്തതിന്റെ ഗുണമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ത്രില്ലറോ ആക്ഷൻ അഡ്വഞ്ചറോ ക്രൈം ഡ്രാമയോ ഒന്നും അല്ലാത്തൊരു സിനിമ 3 മണിക്കൂർ ഓടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാരെ ഗ്രിപ്പിംഗ് ആയിട്ട് ഇരുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഴിവ് വേണം എഴുത്തിന്. ഇതിലാണെങ്കിൽ അങ്ങനെ ഭയങ്കര അന്യായ മഹാസംഭവങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ ആ അണ്ടർലൈൻ ഇമോഷൻസിൽ ഗ്രിപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 3 മണിക്കൂർ പോകുന്നത് നമ്മൾ അറിയില്ല. ഒരു പക്ഷേ എന്താണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം നമ്മൾക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല ബോറടി ആവാനും സിനിമയ്ക്ക് സാധ്യതയുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയാണ്. അത് അതിൻ്റെതായ സ്പീഡിലേ പോവുള്ളൂ. എന്ന് വെച്ച് എനിക്ക് ഒരു സെക്കൻഡ് പോലും സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാനോ അല്ലെങ്കിൽ ഒരു ബോറടിക്കുന്ന ഫീലിങ്ങോ ഒരു കോട്ടുവായോ ഒന്നും വരാത്ത സിനിമയാണ്. അത്രയും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ്. സോ ബ്യൂട്ടിഫുൾ മൂവി. ഈ സി പ്രേംകുമാർ എന്ന സംവിധായകൻ 96 ചെയ്തപ്പോഴേ നമുക്കറിയാം ആള് കൊള്ളാന്നുള്ളത്. പക്ഷെ രണ്ടാമത്തെ പടം കൊണ്ട് മൂപ്പര് അങ്ങയുടെ ഒരു പൊസിഷൻ ഹരക്കിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. 96ന്റെ ഒരു 2ാം ഭാഗം മൂപ്പര് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ലീഡ്സ് മെയിൻ ആൾക്കാരോട് സംസാരിച്ചിട്ടില്ല, വിജയ് സേതുപതിയോടും തൃശ്ശോടൊന്നും സംസാരിച്ചിട്ടില്ല. എന്നാൽ പോലും 96ന്റെ 2ാം ഭാഗം ചിലപ്പോൾ വന്നേക്കാം. വരണ്ടെന്ന് എൻ്റെ ആഗ്രഹം. കാരണം അത് അങ്ങനെ ഇങ്ങോട്ട് തീർന്നു പോയതാണ് അതിൻ്റെ ഭംഗി. ഈ 2ാം ഭാഗം വന്ന് കൊളാക്കുമെന്ന് അറിയില്ല. പക്ഷെ മൂപ്പരുടെ എഴുത്തിൻ്റെ ഒരു ഭംഗി ഞാൻ ഈ സിനിമയിൽ കണ്ടതുകൊണ്ട് 96 2 ഇനിയിപ്പോൾ വന്നാലും കുഴപ്പമില്ല എന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ പറയാൻ മറന്നുപോയി, ഈ സിനിമയിൽ കമലഹാസൻ്റെ ഒരു പാട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രൊമോഷണൽ മെറ്റീരിയലായിട്ട് ഈ പാട്ട് ഒരു മുമ്പേ പുറത്തു വിട്ടിരുന്നു.
ആ പാട്ട് ഈ സിനിമയിൽ വരുന്ന ഒരു പ്ലേസിംഗ് ഉണ്ട്, ഓ അതൊരു രക്ഷയില്ല. ഇമോഷൻ അങ്ങനെ പീക്കിലെത്തി നിൽക്കുന്ന സമയത്താണ് അത് വരിക, അത് കറക്റ്റായിട്ട് തറഞ്ഞു കൊള്ളും. അങ്ങനത്തെ ഒരു പാട്ടാണ്. ആ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ മൂപ്പര് അത് പാടിയിട്ടുണ്ട്. സോ എല്ലാം കൊണ്ടും നല്ല മൂവി, നല്ല എക്സ്പീരിയൻസ് തന്ന മൂവി. അടുത്ത് ഏതെങ്കിലും തിയേറ്ററിലൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ പോയി കാണാൻ ശ്രമിക്കുക തിയേറ്ററിൽ തന്നെ. OTT വന്നാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ അതിൻ്റെതായ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് കാണണം എന്ന് ഞാൻ പറയുള്ളൂ. ആ ഫോക്കസ് വേണം, സിനിമ അത് ആവശ്യപ്പെടുന്ന ഒരു സിനിമയാണ്. സോ എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയ ദേവര ആൻഡ് മെയ്യഴകൻ വെച്ച് നോക്കുമ്പോൾ മെയ്യഴകനാണ് എൻ്റെ ഫേവറേറ്റ് മൂവി. അപ്പോൾ അടുത്ത മൂവിയുടെ വിശേഷമൊക്കെ ആയിട്ട് വീണ്ടും വരാം, കാണാം.